സംവിധായകൻ രഞ്ജിത്തിന്റെ അറസ്റ്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടോ എന്ന വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്നവർ എന്ന് കാണിക്കാനുള്ള അറസ്റ്റ് എന്നാണ് വി.ഡി. സതീശൻ 24-നോട് പറഞ്ഞത്. മുഖ്യമന്ത്രി വെല്ലുവിളിക്കുന്നതുപോലെ സംവാദത്തിന് വിളിച്ചെന്നും താൻ ഏറ്റെടുത്തപ്പോഴേക്കും മുഖ്യമന്ത്രി മാറിക്കളഞ്ഞുവെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പറവൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയും പ്രതിപക്ഷ നേതാവും ഇപ്പോൾ ഇതാ 24-നൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ? നന്നായി പോകുന്നു. ഇത് പിന്നെ എൻ്റെ സ്വന്തം വീട് പോലെ ഒരു മണ്ഡലമാണ്. ഞാൻ 25 വർഷമായിട്ട് അവരെ പ്രതിനിധാനം ചെയ്യാണ്. അതൊരു കുടുംബം പോലെയാണ്. മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി സംവാദത്തിന് വിളിക്കുന്നുണ്ടോ? അല്ല, ഞാനല്ല വിളിച്ചത്, അദ്ദേഹമാണ് എന്നെ വെല്ലുവിളിക്കുന്നത് പോലെ വിളിച്ചത്. അപ്പം ഞാൻ ഭയങ്കര സന്തോഷത്തിൽ സ്ഥലവും സമയമൊക്കെ അറിയിക്കാൻ പറഞ്ഞു. അദ്ദേഹം പറയുന്ന സ്ഥലത്ത്, അദ്ദേഹം പറയുന്ന സമയത്ത്, അദ്ദേഹം പറയുന്ന വിഷയത്തിൽ സംവാദം നടത്താമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കൊതിച്ച് കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം അത് മാറിക്കളഞ്ഞു. സംവിധായകൻ രഞ്ജിത്തിന്റെ അറസ്റ്റ് അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ. തിടുക്കത്തിലുള്ള ഒരു അറസ്റ്റ് പോലെയാണോ? നേരത്തെ കേസുകൾ വന്നിരുന്നു. സാധാരണ ഇതിപ്പോ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അറസ്റ്റാണ്. അല്ലാത്ത പല കാര്യത്തിലും അവരിത് ചെയ്തിട്ടില്ല ഇതിനു മുമ്പ്. ഇപ്പൊ PT കുഞ്ഞുമുഹമ്മദിന്റെ കേസ്, ഒരു പരാതി, ഇടതുപക്ഷ സഹയാത്രിയായ ഒരു സ്ത്രീ തന്നെ പരാതി കൊടുത്തിട്ട് അത് ഒളിപ്പിച്ചു വെച്ചാളാ മുഖ്യമന്ത്രി. STPI വിഷയത്തിലെ മഞ്ചേശ്വരത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ STPI വോട്ട് നൽകുമെന്ന് പറയുന്നു. താങ്കൾ ഇത് ഇന്നലെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. UDF-ന് ഒരു തീരുമാനമുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. UDF-ന് ഒരു തീരുമാനം എടുത്തിട്ടുള്ളതാണ്, അത് മാറ്റിയിട്ടില്ല. അത് മാറ്റാൻ എനിക്ക് അനുവാദമില്ലല്ലോ. അത് എല്ലാവരും കൂടി എടുത്ത തീരുമാനമല്ലേ. ആ തീരുമാനം ഞാൻ പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ലീഡർഷിപ്പ് നിൽക്കുന്ന ആളെന്ന നിലയിൽ എല്ലാ ഇത്തരം സംഘടനകളെ എന്നെയല്ലേ വിമർശിക്കുന്നത്. അവർ UDF-നെ അല്ല വിമർശിക്കുന്നത്, അവർ കോൺഗ്രസിനല്ല വിമർശിക്കുന്നത് എന്നെയാണ്. XCR വിഷയത്തിൽ ക്രൈസ്തവ സംഘടനകൾ ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്ന് ആ ബില്ലും വരുന്ന സമയത്താണെങ്കിൽ പോലും ആ ആശങ്ക അത് ഇപ്പോഴും അവർ തുടരുകയാണ്. ഇത് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞതാണ്. വഖഫ് ബില്ല് വന്നപ്പോൾ ഞങ്ങളെല്ലാം പറഞ്ഞതാണ്. ആ വഖഫ് ബില്ല് അപകടകാരിയായിരുന്നു. ഒരു സമുദായത്തിൻ്റെ അവകാശങ്ങൾ പിടിച്ചു പറ്റാൻ ഇത് അതിനേക്കാൾ അപകടകാരിയാണ്. ഇനി ചർച്ച് ബില്ലും വരും, അവർ കൊണ്ടുവരും ഇതെല്ലാം. കാരണം ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന പ്രൊവിഷൻസ് എല്ലാം വളരെ അപകടകാരികളാണ്. ക്രൈസ്തവരുടെ ഇതുമായി ബന്ധപ്പെട്ട ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും എല്ലാം ടേക്ക് ഓവർ ചെയ്യാൻ ഗവൺമെന്റിനൊരു അവകാശം കൊടുക്കുന്ന ഒരു ബില്ലാണ്. ഭയങ്കര അപകടമാണ്. ഈ ക്രൈസ്തവ സംഘടനകളുടെ പിന്തുണ അത് UDF-ന് എങ്ങനെയുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്? ഞങ്ങൾക്ക് അവരെല്ലാവരും 2001-ൽ ഞങ്ങളെ പിന്തുണച്ചതുപോലെ ഈ 2026-ൽ പിന്തുണയ്ക്കും. വലിയ ഭൂരിപക്ഷം 100-ലധികം സീറ്റുമായി UDF തിരിച്ചു വരും. എറണാകുളത്ത് 14 ആയിരിക്കും. 14 പോവുകയാണ്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ്. 100-ലധികം സീറ്റുകളുമായി വമ്പിച്ച വിജയത്തോടു കൂടിയായിരിക്കും ഇത്തവണ UDF അധികാരത്തിലേറുക എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള, അതോടൊപ്പം തന്നെ പറവൂരിലെ UDF സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള വി.ഡി. സതീശൻ. കൊച്ചിയിൽ നിന്നും വരുണിനൊപ്പം ആൻമരിയ സണ്ണി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.